നാളെ അത്തായതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടിൽ ഭാരിച്ച പണികളുണ്ടാവും എല്ലാവർക്കും അല്ലേ. വീട് വൃത്തിയാക്കൽ പറയുന്നത് കുറച്ച് ചില്ലറ പണിയല്ല. എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ BP ലോയായി. ഇന്നലെ പനി ഉണ്ടായിരുന്നു, അപ്പം മരുന്ന് കുടിച്ചതാണ്. അപ്പോൾ എനിക്കങ്ങനെ മരുന്ന് കുടിക്കുന്ന സമയത്ത് വേഗം അങ്ങനെ BP ലോയായി പോകുന്നുണ്ട്, എന്താണെന്നറിയാല. അപ്പം അങ്ങനെ അതിൻ്റെ ക്ഷീണമായിട്ട് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ എഴുന്നേറ്റ് ഏട്ടന് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞയച്ചതിൻ്റെ ശേഷം കേട്ടോ ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. അത് കഴിഞ്ഞ് വീഡിയോ എടുക്കൽ പണി എല്ലാം കൂടി ഒന്നിച്ച് നടക്കാൻ പറയുന്നത് ഭയങ്കര പാടാണ്. അങ്ങനെ ചെയ്യണവർ സമ്മതിക്കണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓണാഘോഷമോ പരിപാടിയോ ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല, അറിയായിരിക്കില്ല അത്രയും വലിയൊരു ദുരന്തം നടന്നതാണ്. എന്നിരുന്നാലും ഞാൻ വിചാരിച്ചു വീട്ടിൽ കുറച്ച് പൂവ് ഇടാമെന്ന്. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, നമുക്ക് മനസ്സിന് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന്, സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എങ്ങനെയെങ്കിലും രാത്രി ഒന്ന് കടന്നുറങ്ങണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കുറച്ചുകൂടെ ബിസി ആവുന്ന സമയത്ത് മൈൻഡ് കുറച്ചുകൂടെ റിലാക്സ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ഇതിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി ചെന്നത് തന്നെ കേട്ടോ. അപ്പം അങ്ങനെ ചുറ്റോട് ചുറ്റും വൃത്തിയാക്കൽ, വീടിൻ്റെ അകമൊക്കെ തട്ടിക്കൊട്ടലും, മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ശീലമാണെങ്കിലും മൊത്തത്തിൻ്റെ തലേന്നൊരു പ്രത്യേക തട്ടിക്കൊട്ടലായിരിക്കും എല്ലാ വീട്ടിലും. അപ്പം അങ്ങനെ ഒരുവിധം ആക്കി. പിന്നെ എനിക്ക് അകത്ത് തട്ടിക്കൊട്ടുന്ന സമയത്ത് ഓൾറെഡി എനിക്ക് ജലദോഷവും പനി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, ഒരു ഷാളെടുത്ത് ഇതുപോലെ പൊതിഞ്ഞിട്ടോ, ഇനി ഒന്നുകൂടെ പൊടി തട്ടിയിട്ട് ഇനി കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഒരുവിധം പണികളൊക്കെ ആക്കി അതിൻ്റെ ഇടയിൽ ഞാനും ആദിക്കുട്ടിയും പോയിട്ട്, ആദിക്കുട്ടീനെ അംഗൻവാടിക്ക് വിട്ടിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചായയും മുട്ടയും കടിയും ഒക്കെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് അടുക്കളയത്തെ പണിയാണ് തീർത്താലും തീരാത്തത്. അങ്ങനെ അടുക്കളയും ഒരുവിധം എല്ലാം തട്ടിപ്പെറുക്കി ഒതുക്കി വൃത്തിയാക്കി വെച്ചു. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഓണത്തിനും. അപ്പം അങ്ങനെ അതെല്ലാം ചെയ്ത് കുളിച്ച് കുറേ ഡ്രസ്സുകൾ അലക്കാനുണ്ടായിരുന്നു. കാരണം എല്ലാം മാറ്റുമ്പോൾ നമ്മൾ ബെഡ്ഷീറ്റുകളൊക്കെ അലക്കാനുണ്ടാവില്ല, അതൊക്കെ അലക്കി വന്നിട്ടാട്ടോ ഞാൻ കുളിക്കാൻ നിൽക്കുന്നത്. അപ്പം അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് വന്നിരുന്നിട്ടുണ്ട്. അപ്പം നാളെ തൊട്ട് അത്തറുള്ളതും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സത്യത്തിൽ എവിടെയെങ്കിലും കടന്നത് മതി എന്നുള്ള അവസ്ഥയായിരിക്കും പണി എടുത്തെടുത്ത്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ.